ഏയ്, അവന് ഞാൻ ഒന്നും ചെയ്യില്ല. അല്ലെങ്കിലും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അവനെ എന്നേ ഞാൻ കണക്ക് വിധിച്ചിരിക്കുന്നു. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തണം എനിക്ക്. അവൻ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടിരുന്ന ഒരാളായിരുന്നു എന്ന് പറയണം എനിക്ക്. ഡയാന അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആദർശിനെ കെട്ടിയിട്ട മുറിയിലേക്ക് നടന്നെടുത്തു. മുറിയിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഡയാന നിസ്സംഗതയോടെ നോക്കി നിന്നു. അലറി കരയാൻ പോലും ആവാതെ ആദർശ് വേദന കൊണ്ട് കിടന്നു പുളയുന്നു. അവനരികിൽ വന്നിരുന്നു കൊണ്ട് ഡയാന എന്നിട്ട് വേദന കൊണ്ട് ചുളിയുന്ന ആ മുഖത്തേക്കൊന്ന് നോക്കി. വേദനിക്കുന്നുണ്ടോ ആദർശ് നിനക്ക്? ആ കണ്ണുകളിൽ നിസ്സംഗത മാത്രമായിരുന്നു. ശബ്ദം കേട്ടപ്പോഴാണ് ആദർശ് കണ്ണു തുറന്ന് നോക്കിയത്. അരികിൽ ഡയാനയെ കണ്ടതും ആ വേദനയിലും അവൻ വല്ലാതെ ഞെട്ടി. അവൻ്റെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു. വേദനിക്കുന്നുണ്ടോ ആദർശ് നിനക്ക്? വീണ്ടും അതേ ചോദ്യം ഉയർന്നപ്പോൾ അവൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. വേദന കൊണ്ട് അലറി കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വായിൽ തുണി തിരുകിയിരിക്കുന്നത് കൊണ്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. നീ ഇപ്പോൾ അനുഭവിക്കുന്നതുണ്ടല്ലോ ആദർശ്, ഈ നീറ്റൽ, ഞാനത് കുറച്ചു കാലം മുൻപ് വരെ അനുഭവിച്ചു കഴിഞ്ഞതാണ്. എനിക്കറിയാം അതിൻ്റെ വേദന. അവളുടെ കണ്ണുകൾ ആ മുറിയിൽ ടേബിളിൽ വെച്ചൊരു കുഞ്ഞു ഗോളത്തിലായിരുന്നു. ഒരു പക്ഷേ ഇതിലേറെ വേദനിച്ചതാണ്. അവളൊന്ന് നിർത്തി. ആരോരുമില്ലാത്ത ഒരുവളെ സ്നേഹിക്കുമ്പോൾ അവൾക്ക് എന്തുമാത്രം സന്തോഷം തോന്നും എന്നറിയുമോ നിനക്ക് ആദർശ്? ഒരു പക്ഷേ അവൾ സ്വന്തം ജീവൻ തന്നെ പകരമായി തന്നേനെ. ഓ, നിനക്കതറിയില്ലല്ലോ അല്ലേ? കാരണം നിനക്കെല്ലാവരും ഉള്ളതല്ലേ. അതുകൊണ്ട് തന്നെ അത്തരം വികാരങ്ങളൊന്നും തന്നെ നിനക്കുണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്തിനായിരുന്നു ആദർശ്, എന്തിനായിരുന്നു? ഇട്ടിട്ട് പോകാനാണെങ്കിൽ പിന്നെ എന്നെ എന്തിനാ കൂടെ കൂട്ടിയിരുന്നത്? അവൾ കിതച്ചിരുന്നു. ആ, അതിൻ്റെ ആവശ്യം എനിക്കറിയാമല്ലോ അല്ലേ? എൻ്റെ ശരീരത്തിന് അതിനു വേണ്ടിയല്ലേ നീ? അവളുടെ കണ്ണുകൾ ചിരി വിരിഞ്ഞു. വിജയിച്ചവളുടെ പുഞ്ചിരി. എന്നാ കേട്ടോ ആദർശ്, നീ എന്നെ സ്നേഹിച്ചവർ ഒന്നും എന്നെ പെട്ടെന്ന് മറക്കില്ല. അത് മനസ്സുകൊണ്ട് സ്നേഹിച്ചവർ ആണെങ്കിലും ശരീരം കൊണ്ട് സ്നേഹിച്ചവർ ആണെങ്കിലും. അവൾ മേശമേലുണ്ടായിരുന്ന കത്തിയെടുത്തൊന്ന് തിരിച്ചു നോക്കി. നേരിയ ചോരപ്പാടുണ്ടതിൽ. നേരത്തെ കൺമഷി ഉപയോഗിച്ചതാണ് എന്ന് വ്യക്തമായി. ആദ്യം മനസ്സുകൊണ്ട് സ്നേഹിച്ചവരുടെ കാര്യം പറയാം. അവൻ രുദ്രൻ. അവൻ അതിന് തെളിവാണ്. എത്രയൊക്കെ ഞാൻ അകറ്റിയതാണ് അവനെ. അവൻ എന്നെ അകറ്റിയതാണ്. പക്ഷെ എന്നിട്ടും ഇന്നും എന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തിയത് അവനാണ്. അത് തന്നെ വലിയ തെളിവാണ്. പിന്നെ ശരീരം കൊണ്ട് സ്നേഹിച്ചവർ, അതിൻ്റെ തെളിവല്ലേ ആദർശ് നീ? ഇന്ന് എനിക്കൊപ്പമുള്ള ഒരുവൻ നിന്നെയും വേട്ടയാടുന്നുണ്ട്. അവൾ തെളിഞ്ഞ പുഞ്ചിരിയോടെ അവനെ നോക്കി. അവൻ വേദനയ്ക്കിടയിലും മനസ്സിലാവാത്ത പോലെ അവളെ നോക്കി. അതേടാ, ഞാനൊരു എയ്ഡ്സ് പേഷ്യൻ്റാണ്. ഇന്ന് ഞാൻ മാത്രമല്ല, നീയും. അവൾ പൊട്ടിച്ചിരിച്ചു. അവൻ്റെ കണ്ണുകൾ അവിശ്വസനീയതയോടെ വിടർന്നു. അരുതാത്തതെന്തോ കേട്ടതുപോലെ തലയിട്ട് രണ്ട് ഭാഗത്തേക്കും വെട്ടിച്ചു. അറിഞ്ഞ അന്ന് ഞാൻ വല്ലാതെ വേദനിച്ചിരുന്നു ആദർശ്. നീയും കൂടെ അതിൽ ബലിയാടായല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്നെ സ്നേഹിക്കുന്നതിന് മുൻപേ നീ കൺമഷിയെ നോട്ടയിട്ടിരുന്നു എന്നും അവളെ ടോർച്ചർ ചെയ്ത് റേപ്പ് ചെയ്തിരുന്നു എന്നും അറിഞ്ഞപ്പോൾ അവൾ നിർത്തി. അവൻ അരികിലേക്ക് കുനിഞ്ഞു. സത്യം പറയാലോ ആദർശ്, നിന്നെ പച്ചയ്ക്ക് കത്തിക്കാൻ തോന്നി എനിക്ക്. അവൾ നീട്ടി അവൻ്റെ മുഖത്തേക്ക് തുപ്പി. അവൻ്റെ കൺപോളയിലേക്ക് തുപ്പൽ തെറിച്ചതും അവൻ കണ്ണിറുക്കെ അടച്ചു. എത്ര പേരെയാടാ നീ ഇങ്ങനെ? നിന്റെ അമ്മയും ഒരു പെണ്ണല്ലേ? ആ അമ്മയ്ക്കുള്ളത് തന്നെയല്ലേ എല്ലാ സ്ത്രീകൾക്കുള്ളത്? അവളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് നിനക്കും രോഗം വന്നിട്ടുണ്ട് എന്നറിയിക്കണം എന്ന് തോന്നി. നിന്റെ സമയം എണ്ണപ്പെട്ടു ആദർശ്. അവൾ പതിയെ എഴുന്നേറ്റു. എന്നിട്ട് മുറി വിട്ടിറങ്ങാനായി തിരിഞ്ഞു നടന്നു. നടത്തം പകുതിയായി. വാതിലിൻ്റെ അരികിലെത്തിയപ്പോൾ അവൾ ഒന്ന് നിന്നു. എന്നിട്ട് അവനെ തിരിഞ്ഞു നോക്കി. ഇനി ഒരിക്കലും കാണാതിരിക്കട്ടെ നമ്മൾ തമ്മിൽ. അത്രയേറെ വെറുക്കുന്നു ഇന്ന് നിന്നെ. അവൾ അത്രമാത്രം പറഞ്ഞ് മുറിവിട്ടിറങ്ങി. ആദർശിന് താൻ ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി ഓർമ്മയിൽ വന്നു. അവൻ്റെ കണ്ണുകൾ കുറുകി. ഒന്നനങ്ങാൻ പോലും ആവാതെ അവൻ അലറി കരഞ്ഞു. അവൻ്റെ അലർച്ച വെറും നിശ്വാസമായി മാത്രം പുറത്തേക്ക് ഉതിർന്നു വന്നു. ഡയാന നേരെ പുറത്തേക്ക് വരുമ്പോൾ രുദ്രൻ്റെ നെഞ്ചിൽ കിടക്കുകയായിരുന്നു കൺമഷി. കണ്ടാലറിയാം നന്നായി കരഞ്ഞിട്ടുണ്ട്. താൻ പോയതിൻ്റെ ശേഷവും. ഡയാനയെ കണ്ടപ്പോൾ ഇരുവരും എഴുന്നേറ്റു. പോകാം? രുദ്രൻ ഡയാനയെ നോക്കി ചോദിച്ചു. ഒന്ന് മൂളുക മാത്രം ചെയ്തു ഡയാന. ആ മുഖത്ത് വലിയൊരു കാർമേഘം മൂടി നിൽക്കുന്നുണ്ട്. അത് രുദ്രന് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു. ഏയ് സാരല്ലടി. അവൻ പതിയെ ഡയാനയെ ചേർത്ത് പിടിച്ചു. ഏയ് ഞാൻ ഓക്കെയാണ് രുദ്രൻ. അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി. വാ പോകാം നമുക്ക്. അവൾ അവൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. അവൾക്ക് എത്രയും വേഗം തിരിച്ചു ഫ്ലാറ്റിലെത്തിയാൽ മതി എന്നായിരുന്നു. രുദ്രൻ പതിയെ മൂളി. എന്നിട്ട് ഫ്ലാറ്റിന് പുറത്തേക്കിറങ്ങി ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് എന്നിട്ട് രണ്ടാളെയും കൂട്ടി താഴേക്കിറങ്ങി.
രുദ്രൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സാം താഴെ അവരുടെ കാറിനരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. രുദ്രൻ അവനരികിലേക്ക് ചെന്ന് നിന്നിട്ട് അവനായി ഫ്ലാറ്റിന്റെ കീ കൊടുത്തു. താങ്ക് യുടാ, ഞാൻ രാത്രി നിന്നെ വിളിക്കാം. രുദ്രൻ അവനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ചെവിയിൽ സ്വകാര്യം പോലെ പറഞ്ഞു. അതിന് മറുപടി എന്നോണം സാം അവനെ ഇറുക്കെ പുണർന്നു. വാ കേറ്. രുദ്രൻ രണ്ടാളെയും നോക്കി. കൺമഷി ആകെ ഡിസ്റ്റർബാണ്. അതവളെ കണ്ടാൽ തന്നെ അറിയാം. എന്നാൽ ഡയാനയ്ക്കുള്ളിൽ ഒരു തിരമാല തന്നെ ആത്തിരമ്പുന്നുണ്ട്. പക്ഷെ അവൾ അത് പുറത്തേക്ക് കാണിക്കുന്നില്ല. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് പുറത്തേക്ക് പുഞ്ചിരിക്കുന്നവൾ. തിരിച്ചുള്ള യാത്രയിൽ മൂവരും നിശബ്ദരായിരുന്നു. രുദ്രനൊന്നും ചോദിച്ചതുമില്ല, അവരൊട്ടൊന്നും പറഞ്ഞതുമില്ല. നേരം നന്നേ വൈകിയിരുന്നു മൂന്നാളും തിരിച്ച് അപ്പാർട്ട്മെന്റിലെത്തിയപ്പോൾ. ആകാശത്ത് നിന്ന് സൂര്യൻ ചേക്കേറാൻ ഒരുങ്ങുന്നു. അമ്പിളിമാമന് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു കൊടുക്കുന്ന ഒരു യോദ്ധാവിനെ പോലെ അത് ചുവന്ന് കല്ലച്ച് കിടക്കുന്നു. രുദ്രൻ കാറ് താഴെ പാർക്ക് ചെയ്ത് നേരെ പുറത്തേക്കിറങ്ങി. ഒപ്പം ഡയാനയും കൺമഷിയും. വാ, ഫ്ലാറ്റിലേക്ക് പോകാം. രുദ്രൻ രണ്ടാളെയും നോക്കി. എന്നിട്ട് നേരെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. സ്റ്റെപ്പ് കയറി ഫ്ലാറ്റിലേക്ക് എത്തുമ്പോൾ റൂമിന്റെ ഡോറിന്റെ ലോക്കാരോ തുറന്നിരിക്കുന്നു. അത് കാണി ഡയാന ഞെട്ടലോടെ രുദ്രനെ നോക്കി. രുദ്ര, ഇത്? അവൾ സംശയത്തോടെ പെട്ടെന്ന് ഡോറ് തുറന്നതും എന്തോ അവളുടെ മുഖത്ത് വന്ന് പതിച്ചതും ഒരുമിച്ചായിരുന്നു. അവൾ പെട്ടെന്ന് പിന്നോട്ടേക്ക് ആഞ്ഞു. അപ്പോഴേക്കും രുദ്രൻ ഹാളിനുള്ളിലേക്ക് എത്തിയിരുന്നു. രുദ്രൻ ഡയാനയെ താങ്ങി നിർത്തിയപ്പോഴേക്കും കൺമഷിയും അവർക്കരികിലേക്ക് കടന്നു വന്നു. മുൻപിൽ ചിരിച്ചു നിൽക്കുന്ന രാഹുലിനെ കണ്ടപ്പോൾ ഡയാന ദേഷ്യത്തോടെ അവനെ നോക്കി. എന്തിന്റെ കേടാണ് നിനക്ക് രാഹുൽ? മനുഷ്യനിപ്പോ പേടിച്ച് വടിയായനെ. ഡയാന രാഹുലിനെ നോക്കി കണ്ണുരുട്ടി. രാഹുൽ അവരുടെ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കുന്ന ആളാണ്. സെക്യൂരിറ്റിയുടെ മകൻ. സെക്യൂരിറ്റിയും ഭാര്യയും മക്കളും എല്ലാം അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെയാണ് താമസം. എന്തെങ്കിലും സാധനം മേടിക്കാനുണ്ടെങ്കിൽ രാഹുലിനെയാണ് ഫ്ലാറ്റിലുള്ളവർ പറഞ്ഞയക്കുക. അവൻ +2 പഠിക്കുകയാണ്. പാർട്ട് ടൈമായി ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റിലുള്ളവർക്ക് ഗ്യാസ് കൊണ്ടുകൊടുക്കുക, വെള്ളത്തിൻ്റെ ക്യാൻ കൊണ്ടു കൊടുക്കുക, കറണ്ട് ബില്ലടക്കുക, അങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യും. അതിൻ്റെ സന്തോഷത്തിന് അവരെന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും. പക്ഷേ പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി ഡയാന. താക്കോലൊന്നും അവന് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ അവൻ അകത്ത് കയറി എന്നത് അവൾക്ക് സംശയമായി. അല്ല, നിനക്കെങ്ങനെ കീ കിട്ടി? ഡയാന സംശയത്തോടെ രാഹുലിനെ നോക്കി. അത് രുദ്രേട്ടൻ തന്നു. അവൻ രുദ്രൻ നേരെ കൈ ചൂണ്ടി പറഞ്ഞപ്പോൾ അവൾ രുദ്രനെ കണ്ണുരുട്ടി കാണിച്ചു. എടി, അതുണ്ടല്ലോ, ഞാൻ ഫുഡ് പുറത്തുനിന്ന് മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. പിന്നെ നിന്നെ ചുമ്മാ പേടിപ്പിക്കാൻ. രുദ്രൻ തല ചൊറിഞ്ഞുകൊണ്ട് അവളെ ഇടം കണ്ണിട്ട് നോക്കി. നിനക്കിപ്പോൾ സർപ്രൈസ് തരുന്നത് കുറച്ച് കൂടുതലാണ്. ഡയാന അവനെ ഒന്ന് ഇരുത്തി നോക്കി. എന്നിട്ട് കൂടുതലൊന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. ആള് നല്ല മൂഡ് ഓഫ് ആണെന്ന് രുദ്രന് മനസ്സിലായി. അവൻ മുൻപിൽ പ്രശ്നമായോ എന്ന രീതിയിൽ നോക്കി നിൽക്കുന്ന രാഹുലിനെ നോക്കി. രുദ്രൻ പറഞ്ഞിട്ടാണ് അവൻ ഡയാനയുടെ ഫ്ലാറ്റിൽ വന്നത്. രുദ്രൻ ഇപ്പോൾ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. പ്രശ്നമായോ രുദ്രേട്ടാ? രാഹുൽ ആകെ കിളി പോയ അവസ്ഥയിൽ രുദ്രനെ നോക്കി. ചെറുതായിട്ട്. നീ എന്തായാലും ചെല്ല്, ഞാൻ വരാം അങ്ങോട്ട്. രുദ്രൻ രാഹുലിനെ നോക്കി പറയുമ്പോഴാണ് അവൻ രുദ്രന്റെ അടുത്ത് നിൽക്കുന്ന കൺമഷിയെ കണ്ടത്. അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദ്യഭാവേനെ രുദ്രനെ നോക്കി. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് ചക്ക. കൺമഷിയെ ചേർത്ത് പിടിച്ച് രാഹുലിന്റെ നോട്ടത്തിനർത്ഥം മനസ്സിലായ പോലെ രുദ്രൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാഹുൽ പുഞ്ചിരിയോടെ തലയാട്ടി പുറത്തേക്കിറങ്ങി. കൺമഷിയാണെങ്കിൽ രുദ്രനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. രാഹുൽ പോയി കഴിഞ്ഞതും അവന്റെ പിടിയിൽ നിന്ന് പെട്ടെന്ന് അകന്നു മാറി. എന്താ രുദ്രേട്ടേ കാണിക്കുന്നത്? ചേച്ചിക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും? ഏട്ടനെ വിശ്വസിച്ചിട്ടല്ലേ ചേച്ചി ഈ ഫ്ലാറ്റിന്റെ കീ തന്നിട്ടുള്ളത്? എന്തൊക്കെ പറഞ്ഞാലും ആരുമില്ലാത്ത നേരത്ത് ആ കുട്ടി ഇവിടെ കയറിയത് മോശമായി പോയി. കൺമഷിക്ക് നല്ലതുപോലെ ദേഷ്യം വന്നിരുന്നു. അവൾ കൂടുതലൊന്നും പറയാതെ ഡയാനക്കരികിലേക്ക് നടക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ലടി. പോകുമ്പോൾ തന്നെ രാഹുലിന് ചാവി കൊടുത്തിരുന്നു. പിന്നെ അവൻ അങ്ങനെയുള്ള പയ്യനൊന്നുമല്ല. എനിക്കവനെ നന്നായി അറിയാം. അതുകൊണ്ട് ധൈര്യമായി കൊടുത്തേ. പക്ഷേ ആദർശനെ കണ്ടുവരുമ്പോൾ അവൾ ഇത്ര ഡെസ്പാവുമെന്ന് വിചാരിച്ചില്ല ഞാൻ. രുദ്രൻ പതിയെ പറഞ്ഞുകൊണ്ട് സോഫയിലിരുന്നു. അവൻ പറയുന്നത് കേട്ടപ്പോൾ കൺമഷി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അവൻ്റെ അരികിൽ വന്നിരുന്നു. എനിക്കറിയാം, പക്ഷേ ചേച്ചി ആകെ ഡൗൺ ആയിരിക്കുക രുദ്രേട്ട. അതിന് കാരണവുമുണ്ട്. കൺമഷി പറയുന്നത് കേട്ടപ്പോൾ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ പ്രണയമാണ് രുദ്രേട്ടൻ. നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും കൂടെ നിൽക്കുന്നവന്. ആ ധൈര്യം എന്നും എനിക്കുണ്ടാകും. പക്ഷേ ചേച്ചിയുടെ കാര്യം ആലോചിച്ച് നോക്ക് രുദ്രേട്ട. ഒരു പക്ഷേ കുറച്ച് കാലം മുൻപ് വരെ നമ്മളും ആ വേദന അറിഞ്ഞിട്ടുള്ളവരല്ലേ. സ്നേഹിക്കുന്ന ആളിൽ നിന്നുള്ള ചതിയേക്കാളും വലിയ നോവ് മറ്റൊന്നുമില്ല രുദ്രേട്ട. ചങ്ക് പൊടിഞ്ഞു പോയതാണ് ആ പാവത്തിൻ്റെ. അവളൊന്ന് നിർത്തി അവനെ നോക്കി. അത്രമേൽ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനും അത് സഹിക്കാൻ കഴിയില്ല രുദ്രേട്ട.
എന്നിട്ടും ഡയാന ചേച്ചി ഇങ്ങനെ എല്ലാവരോടും ചിരിച്ചു കളിച്ച് നിൽക്കുന്നുവെങ്കിൽ ഷീസ് റിയലി ബോൾഡ്. കൺമഷി പതിയെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. ആ, ഇനി അതോർത്ത് വിഷമിക്കേണ്ട. ചെല്ല്, പോയി സംസാരിക്കുക ചേച്ചിയോട്. ഞാൻ അപ്പോഴേക്കും അമ്മയൊന്ന് ഫോണിൽ വിളിക്കട്ടെ. അവൾ പറയുന്നത് കേട്ടപ്പോൾ അവൻ പതിയെ തലയാട്ടി. എന്നിട്ട് എഴുന്നേറ്റ് ഡയാനയുടെ മുറിയിലേക്ക് നടന്നു. ആ രാജീവേ. രാജീവ് ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് വഴിയിൽ വെച്ച് അവൻ രുദ്രന്റെ അച്ഛനെ കണ്ടത്. അദ്ദേഹത്തെ കണ്ടതും അവൻ വണ്ടി ഒരു സൈഡിലായി ഒതുക്കി നിർത്തി. ആ അച്ഛാ, രുദ്രേട്ടൻ വിളിക്കാറുണ്ടോ? കൺമഷിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ ബൈക്കിൽ നിന്നിറങ്ങി അച്ഛനരികിൽ വന്നു നിന്നുകൊണ്ട് പുഞ്ചിരിയോടെ ചോദിച്ചു. ആ, അവർ വിളിച്ചിരുന്നു മോനെ. അവിടെ എത്തിയിട്ടുണ്ട് അവർ. രാവച്ചൻ അവനെ നോക്കി തിരിച്ചു മനോഹരമായി പുഞ്ചിരിച്ചു. മാധവന്റെ കുട്ടിപ്പോ മോന്റെ വീട്ടിലാണല്ലേ? രാവച്ചൻ സംശയത്തോടെ ചോദിച്ചപ്പോൾ അവൻ അതേന്ന് തലയാട്ടി. അതെ അച്ഛേ, ആ കുട്ടിയുടെ അച്ഛൻ മരിച്ച ശേഷം ആകെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു അവള്. അമ്മയും രാഗിയും പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൊണ്ടുചെല്ലാൻ അങ്ങനെ കൊണ്ടുപോയതാണ്. അവൻ ചെറിയ മടിയോടെയാണ് രാവുവച്ചനോട് അത് പറഞ്ഞത്. ആ, അതേതായാലും നന്നായി, അദ്ദേഹം അത്രമാത്രം പറഞ്ഞു. അത് കേട്ടപ്പോൾ അവനൊന്നും മിണ്ടാതെ നിന്നു. ഇടയ്ക്ക് ആ വീടൊന്ന് അടിച്ചു തുടച്ചിടണേ രാജീവേ. ഞാൻ കവലയിൽ പോയപ്പോൾ അവിടെ ആരോ പറയുന്നത് കേട്ടതാണ്. ആ വീടിപ്പോൾ അടിച്ചു തുടച്ചൊന്നും ഇടുന്നില്ല എന്ന്. അത് കേട്ടപ്പോൾ നിന്നോട് അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ പോകാം അച്ഛാ അവിടേക്ക്. രാജീവ് അദ്ദേഹത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാ നീ പൊക്കോ, ഞാനും നടക്കുകയാണ് വീട്ടിലേക്ക്. അദ്ദേഹം അവനെ നോക്കി പറഞ്ഞപ്പോൾ അവനത് നിഷേധിച്ചു. ഏയ്, അത് വേണ്ടച്ചേ, വന്നോളൂ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. രാജീവ് രാവച്ചനോട് പറഞ്ഞു. ആദ്യം നിരസിച്ചുവെങ്കിലും പിന്നീട് അവൻ്റെ നിർബന്ധം കാരണം അദ്ദേഹം ബൈക്കിൽ കയറി. മാളുശ്ശേരിയുടെ പടി കടന്നതും മുറ്റത്തൊരു കാർ നിർത്തിയിരിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ രാജീവ് സംശയത്തോടെ രാവുവച്ചനെ തിരിഞ്ഞു നോക്കി. ഇത് ആരുടെ കാറാണച്ചേ? അവൻ ബൈക്ക് സൈഡിൽ നിർത്തി അതിൽ നിന്നിറങ്ങുന്ന രാവുവച്ചനെ നോക്കി ചോദിച്ചു. അതെൻ്റെ പെങ്ങളും മക്കളും വന്നിട്ടുണ്ട് രാജീവേ, അവരുടെ വണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞു തീർന്നപ്പോഴേക്കും ഉമ്മറത്തേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നിരുന്നു.